2007 മോഡൽ ഐട്ടൺ 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടിക്കതുണ്ട്. 2007 മോഡൽ ഐട്ടൺ. 2006 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 2006 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടി കേട്ടോ. നിങ്ങളുണ്ടോ? ഒറ്റ ഓണർ 2006 മോഡൽ. 2023 ബലെനോ സീറ്റ ഓട്ടോമാറ്റിക്. അത് ന്യൂ ഷേപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. 2023 വണ്ടി ബലെനോ സീറ്റ ഓട്ടോമാറ്റിക്. 2022 ബലെനോ ആൽഫ വേരിയൻറ്റ്. വേറെ 7000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ആ 2022 മോഡൽ ഓൾട്ടോ എണ്ണൂറ് ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ 2022 മോഡൽ. വെറും 27,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ആ 2007 മോഡൽ സെൻ എസ്റ്റിലും വെറും 87,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 87,000 കിലോമീറ്റർ 2007 മോഡൽ സെൻ എസ്റ്റിലോ. 2018 മോഡൽ സ്വിഫ്റ്റ് VXI 33,000 കിലോമീറ്റർ ഓടി വണ്ടി. 2018 മോഡൽ സ്വിഫ്റ്റ് VXI 33,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഞാൻ കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇൻഡസ് മോട്ടോഴ്സിലാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ഒരു 40,000 രൂപ മുതലൊക്കെ നോക്കുന്ന ടൈപ്പ് വണ്ടികൾ നോക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അവിടുന്ന് ഒരു 9 ലക്ഷത്തോളം വരുന്ന വിലയ്ക്ക് വരെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ, അതായത് 6,000, 7,000, 8,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടി അത്തരത്തിലുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള മോഡൽ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ചോദിച്ച് നോക്കിയിട്ട് വരാം. അപ്പോൾ വണ്ടികളുടെ വിശേഷങ്ങൾ അതുപോലെ എല്ലാ തവണയും നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ഡിക്സൺ ബ്രോ വന്നിട്ടുണ്ട്. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം കച്ചവടമൊക്കെ ഏകദേശമൊക്കെ നല്ല രീതിയിൽ കുഴപ്പമില്ല. അപ്പം ഈ നെഗറ്റീവ് റിവ്യൂസ് വരുന്നതോ നിങ്ങളെ വീഡിയോക്ക് ഇടുമ്പോഴൊക്കെ ഡിക്സന്റെ അടുത്ത് പോകണ്ട, ഒടുക്കത്തെ വില, ഇപ്പൊ ആൾക്കാർ തെറിയൊക്കെ എഴുതി അയക്കുന്നുണ്ട്. നമുക്ക് നല്ല കച്ചവടം തെറി അയക്കരുത്. നിങ്ങൾ ബാക്കിയുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഈ തെറി പച്ച തെറി ഒന്നും എഴുതി അയക്കരുത്. മോശമല്ലേ സംഭവം? എനിക്ക് കിട്ടി കഴിഞ്ഞ വീഡിയോക്ക് പറഞ്ഞാൽ ഞാൻ കണ്ട് അങ്ങനെ തെറി എഴുതിയേക്കുന്നത്. നമ്മളിതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് പോസിറ്റീവ് ആണെങ്കിൽ കൂടുതലും നെഗറ്റീവ് അതിനകത്ത് വരത്തുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് ഒരു പ്രശ്നം എനിക്കില്ല. പക്ഷേ എങ്ങനെയായാലും വന്ന് എടുക്കേണ്ട എന്തായാലും എടുക്കുന്നുണ്ട്. ഇന്നും വീഡിയോ കണ്ട് ബുക്ക് ചെയ്ത കസ്റ്റമർ ഇന്നും ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമില്ല. നെഗറ്റീവ് കമന്റ് ഇട്ടാലും എനിക്ക് സന്തോഷമുള്ളൂ, ഒരു വിഷമമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഈ തച്ചുമ്പുറത്ത് നെഗറ്റീവ് പറഞ്ഞിട്ട് അവിടെ പോരുത് ഇവിടെ പോരുത് പറയുന്നുണ്ടെങ്കിലും ഇവരെന്നെ വിളിക്കുന്നയാ. ഇപ്പോൾ വണ്ടികൾ വന്നിട്ടുണ്ട്, വന്ന് എടുക്കുന്ന പറഞ്ഞാൽ. അപ്പം ഈ നമ്മൾ പറയുന്നവർ ചുമ്മാ ഇന്നിങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിലായി പോകും. കാരണം ഇവർക്ക് കച്ചവടമുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്നുള്ളത് എനിക്കൊട്ടും മനസ്സിലാവുന്നുമില്ല. ഇത് എന്തിനാണ് ഈ തെറി ഇപ്പം ഞാൻ കേൾക്കുന്നതെന്ന് എനിക്കൊട്ടും അറിയുന്നുമില്ല. അതാണ് സത്യം. വിളിക്കുന്നതിന് വിളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ 40,000 രൂപ തൊട്ട് അങ്ങോട്ട് തുടങ്ങുമല്ലേ വണ്ടി. അപ്പം നമ്മൾ ആദ്യം വില കുറഞ്ഞ വണ്ടിയിൽ നിന്ന് കയറി വരാം. ആയിക്കോട്ടെ, അങ്ങനെ ഓക്കെ. 2007 മോഡൽ സെൻ എസ്റ്റിലും വെറും 87,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 87,000 കിലോമീറ്റർ 2007 മോഡൽ സെൻ എസ്റ്റിലോ. കിലോമീറ്റർ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. 2027 വരെ പേപ്പറും കാര്യങ്ങളും വണ്ടിക്കുണ്ട്. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്ക് നിലവിലില്ല. ഒന്നുമില്ല നിലവിലൊന്നുമില്ല. 27 വണ്ടിക്ക് പേപ്പറിനും ടാക്സും പേപ്പറിലും കടപ്പണം വണ്ടിക്കകത്ത്. വേറെ മുട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. വണ്ടി റേറ്റ് വരെ നമുക്കൊരു 120 റേഞ്ചൊക്കെ വരത്തുള്ളൂ. ടയറും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. ടയറും എല്ലാം അത്യാവശ്യം എല്ലാം കിടപ്പുണ്ട്. 2007 മോഡൽ സെൻ എസ്റ്റിലോ 27 പേപ്പറിലെ വണ്ടി. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. വണ്ടിയാണ്. 120 നമുക്ക് കൊടുക്കാം. 120 ഈ റേറ്റ് നെഗോഷ്യബിൾ ആണ്. 2002 മോഡൽ മാരുതി 800 സ്റ്റാൻഡേർഡ്. 2027 വണ്ടിക്ക് പേപ്പറും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. 2002 മോഡൽ വണ്ടി. ഇതിന്റെ കിലോമീറ്റർ പറയാമോ? കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റത്തില്ല. 1 ലക്ഷം അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ടായിരിക്കും. റീപ്ലേസ്മെന്റ് മേളി വണ്ടി ഓടിയിട്ടുണ്ടായിരിക്കും. 2002 മോഡൽ വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 40 രൂപ വണ്ടിയാണ്. ഇതാണ് ആ വണ്ടി. 2027 വണ്ടിക്ക് പേപ്പർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് 2027 പേപ്പർ 2002 മോഡൽ വണ്ടി 40 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇത് ഈ കിടക്കുന്ന ലുക്കൊന്നും അല്ലല്ലോ, വൃത്തിയാക്കി. അതിന് വാഷിംഗ് പോളിഷിംഗ് ചെയ്യുമ്പോൾ കൊണ്ട് കുറച്ച് വൃത്തിയാവും. 2007 മോഡൽ ഐട്ടൺ. 2027 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ വണ്ടിക്കതുണ്ട്. 2007 മോഡൽ ഐട്ടൺ. റീപ്ലേസ്മെന്റും കാര്യങ്ങളും വണ്ടിക്കൊന്നുമില്ല. 2007 മോഡല്. വെറും 70,000 കിലോമീറ്റർ വണ്ടി ഓട്ടോ കേട്ടോ. ജെന്യൂൻ കിലോമീറ്റർ. ഇന്റീരിയർ ഉണ്ടെന്ന് തോന്നുന്നു. വണ്ടി ടോട്ടലാണെന്ന് തോന്നുന്നു. നല്ല വണ്ടിയല്ലേ. 2007 മോഡല് 27 പേപ്പറുള്ള ഹുണ്ടായി ഐട്ടൺ.
എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1.20 നമുക്ക് കൊടുക്കാം. 1.20. 1.20. വില അഡ്ജസ്റ്റ്മെന്റ്സ്? പിന്നെ അഡ്ജസ്റ്റ് ഈ പറഞ്ഞൊന്നും ഫിക്സഡ് അല്ലല്ലോ. ഈ പറഞ്ഞ എല്ലാത്തിനും നെഗോഷ്യേഷൻ ഉണ്ടാകും. 2007 മോഡൽ 27 പേപ്പുള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും വണ്ടിക്കില്ല. 2006 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് 2006 മോഡൽ ഓൾട്ടോ സ്റ്റാൻഡേർഡ് വണ്ടി കേട്ടോ. സിംഗിൾ ഉണ്ടോ? ഒറ്റ ഓണർ 2006 മോഡൽ സ്റ്റാൻഡേർഡ് വണ്ടി. എസിയും പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് വണ്ടി. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യങ്ങളും വണ്ടിക്കൊന്നുമില്ല. 2006 മോഡാണ്. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഇല്ല, മാറില്ല. സോറി, ഇതിൻ്റെ അല്ല. 2006 മോഡലിന് മാറിയിട്ടില്ല. ഇല്ല. 2006 മോഡൽ സ്റ്റാൻഡേർഡ് ആൾട്ടോ. ടയർ നല്ല ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. ടയറും നല്ല ടയറാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 60 രൂപ അങ്ങോട്ട് പോകാം. 60,000 രൂപ. 60,000 വണ്ടി കൊടുക്കാം നമുക്ക്. പവർ സ്റ്റിയറിംഗും ഇല്ല, AC ഇല്ല. അത് മാരുതി 800. നമ്മുടെ സ്റ്റാൻഡേർഡ് മാരുതി 800 എടുക്കുന്ന റേറ്റ്. 2022 മോഡൽ ഓൾട്ടോ 800. ഓൾട്ടോ 800 ലാസ്റ്റ് ഇറങ്ങിയ മോഡൽ 2022 മോഡൽ. വെറും 27,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ആണ്. 2022 ഓൾട്ടോ 800. അത് നമ്മുടെ ഈ ഓൾട്ടോ 800 ലാസ്റ്റ് വേരിയൻറ്റ്. പിന്നെ 23 പിന്നെ കേട്ടണം. ഓൾട്ടോ 800 സ്റ്റോപ്പ് ചെയ്ത് 2022. AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ്. 4 ടയറും കാര്യങ്ങളും നമ്മൾ മാറിയിട്ടുണ്ട്. പുത്തൻ 4 ടയറെല്ലാം ഇട്ടിട്ടുണ്ട് വണ്ടിക്കകത്ത്. വേറെ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിനും വിത്ത് 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ വരുന്ന വണ്ടി കേട്ടോ. 4 പുത്തൻ ടയറിൽ നമ്മൾ മാറിയിട്ടുണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2022 മോഡൽ ഓൾട്ടോ 800 LXi 380 നമുക്ക് കൊടുക്കാം. 2022 ബലെനോ ആൽഫ വേരിയൻറ്റ്. ഇവർ 7,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 7,000. 2022 മോഡൽ ആൽഫ എന്ന ടോപ്പ് വേരിയൻറ്റ്. 2022 മോഡൽ ബലെനോ ആൽഫ ടോപ്പ് വേരിയൻറ്റ്. 7,790 കിലോമീറ്റർ. സീറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല. ഈ സീറ്റർ പൊട്ടിച്ചില്ലെന്ന് പറഞ്ഞാൽ അതിനകത്ത് ആൾക്കാർ കുറെ കമ്പനി സീറ്റർ ഇട്ട് ഓടിച്ചെന്ന് കുറേ ആൾക്കാർ പറയും. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ആൽഫ അത് ടോപ്പ് വേരിയൻറ്റ് കേട്ടോ. അതിനകത്ത് അക്സറീസ് പറയാനാണ് ഇഷ്ടം പോലെ ഉണ്ട്. 360 ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഒരുപാട് അക്സറീസ് ഉണ്ട്. അത് ടോപ്പ് 2022 ആൽഫ ടോപ്പ് വേരിയൻറ്റ് വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 885 നമുക്ക് കൊണ്ടുവരാം. 880. 2022 ബലെനോ ആൽഫ വേരിയൻറ്റ്. ഇത് ഓട്ടോമാറ്റിക് അല്ലല്ലോ? മാനുവൽ. മൈലേജ് എന്താണ്? അതിൽ കമ്പനി 27-25 ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു 10-20 മൈലേജ് എന്തായാലും വണ്ടി കിട്ടും. 2021 മോഡൽ സെലേറിയോ ZXi വെറും 13,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. സെക്കൻഡ് ഓണർ. 13,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ പക്ക വണ്ടി. ഈ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. എഞ്ചിനും ഗിയർ ബോക്സിനും 1 ഇയർ വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 2021 മോഡൽ സെലേറിയോ ZXi. കേട്ടില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഒന്നുമില്ല. ടയർ 13 ഓടിയ ടയർ. വണ്ടിയുടെ വില വരുമ്പോൾ നമുക്കൊരു 495 റേഞ്ചൊക്കെ വരുത്തുള്ളൂ. 495. 2021 സെലേറിയോ ZXi വണ്ടി. 2015 മോഡൽ കേട്ടൺ VXi 47,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ. 47,300 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. 2017 മോഡൽ വണ്ടി. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. വേറെ തട്ടമുട്ട കാര്യങ്ങളൊന്നും വണ്ടിക്ക്. 2015 മോഡലാണ് കേട്ടൺ. ഓൾട്ടോ കേട്ടൺ VXi വണ്ടി. സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് ഇവിടെ. അതാ ഗ്ലാസ് ഇറക്കാൻ ഗ്ലാസിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് നമ്മൾ കയറും. അതൊക്കെ ക്ലിയർ കൊടുക്കുക. അത് നോക്കണ്ട. അതെല്ലാം പക്കയാക്കി നമ്മൾ കൊടുക്കത്തുള്ളൂ. ടയറൊക്കെ അത്യാവശ്യമുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 255 കൊടുക്കാൻ വേണ്ടി. 255. ഏത് വർഷമായിരുന്നു? 2015 LXi. 2021 മോഡൽ ഓൾട്ടോ 800 VXi. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൾട്ടോ സിംഗിൾ ഓണർ. 2021 ഓൾട്ടോ 800 VXi സിംഗിൾ ഓണർ വണ്ടി. വെറും 16,000 കിലോമീറ്റർ വണ്ടി ഓട്ടുള്ളൂ. സിംഗിൾ യൂസാണ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. എഞ്ചിനും ഗിയർ ബോക്സിന് വാറണ്ടി ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ഈ വണ്ടി അത്യാവശ്യം നല്ല VXi. അത് ഓൾട്ടോയുടെ ടോപ്പ് വേരിയൻറ്റ് വണ്ടി VXi. 2021 മോഡൽ VXi വണ്ടി. ടയറൊക്കെ കൊള്ളാം. എത്ര ഓടിയേ? 16,000 സംതിങ്. 17,000 കിലോമീറ്റർ കൂട്ടിക്കാം. 2018 മോഡൽ. സോറി, 2021 മോഡൽ വണ്ടി. എത്ര ചോദ്യം? 370 നമുക്ക് കൊടുക്കാം. 370. ഈ പറഞ്ഞ വണ്ടി 320. 370. നെഗോഷ്യബിൾ ആണ്. ഫിക്സഡ് റേറ്റ് അല്ല, നെഗോഷ്യബിൾ റേറ്റ് ആണ് വണ്ടി. 2023 ബലെനോ സീറ്റ ഓട്ടോമാറ്റിക്. അത് ന്യൂ ഷേപ്പ് ഓട്ടോമാറ്റിക് വണ്ടി. 2023 വണ്ടി ബലെനോ സീറ്റ ഓട്ടോമാറ്റിക്. വെറും 16,000 കിലോമീറ്റർ വണ്ടി ഓടി. സിംഗിൾ ഓണർ വണ്ടി. 2023 സെപ്റ്റംബർ വണ്ടി. അതായത് കറക്റ്റ് 1 വർഷം പഴക്കമായിട്ടില്ല വണ്ടിക്ക്. 2023 ബലെനോ സീറ്റ വേരിയൻറ്റ്. വെറും 16,000 കിലോമീറ്റർ ഓടി വണ്ടി.
16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി തന്നെ സ്റ്റാങ്ങിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്. എത്ര ചോദ്യം? ഇത് നമുക്ക് റേറ്റ് നമ്പർ 880 ആ റേഞ്ചൊക്കെ വരുത്തുള്ളൂ. 880? 8,80,000 രൂപ. 2023 ബലെനോ സീറ്റ ഓട്ടോമാറ്റിക്. അത് കണക്ക് തന്നെ വീണ്ടും ഓട്ടോമാറ്റിക് 2018 മോഡൽ സിയാസ് ഓട്ടോമാറ്റിക്. AMT അല്ല, 80. 2018 മോഡൽ സിയാസ്. വേറെ 35,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ. സിംഗിൾ ഓണർ 2018 മോഡൽ വണ്ടി സിയാസ് ആൽഫ. AMT അല്ല, 80 ആണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 860 ആ റേഞ്ചൊക്കെ വരുത്തുള്ളൂ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? 2018 മോഡൽ ആൽഫ സിയാസ് ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി വരുന്ന വണ്ടി അതൊക്കെ. ഈ കാണിച്ച വണ്ടിയെല്ലാം വണ്ടിക്ക് എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടി ഉണ്ട്. ആവറേജ് ടയർ എല്ലാത്തിനും വേണ്ട വണ്ടിയാണ്. 2020 മോഡൽ ബലെനോ ഡെൽറ്റ വേരിയൻറ്റ് 35,000 കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർ വണ്ടി. ഡെൽറ്റ എന്ന് പറയുമ്പോൾ മിഡിലാ, സെക്കൻഡ് വേരിയൻറ്റ്. 2020 മോഡൽ ബലെനോ ഡെൽറ്റ സെക്കൻഡ് ഓണർ വണ്ടി. വെറും 35,000 കിലോമീറ്റർ കൊണ്ട് പോയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എഞ്ചിനും ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. വേറെ അപാകതകളോ കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. എത്ര ചോദ്യം? ഇത് ചോദ്യം നമുക്കൊരു 640 കൊണ്ട് കൊടുക്കാം. 640. 2020 മോഡൽ ബലെനോ ഡെൽറ്റ വേരിയൻറ്റ്. എത്ര ഉണ്ട് നമുക്ക് ഇത് ഇറക്കാം? അതല്ല, നമുക്കൊരു 10-20 ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. 20 രൂപ. കസ്റ്റമറുടെ സിവിൽ സ്കോറും ബാങ്കിങ്ങും എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ 20 ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അളവ് 2021 മോഡൽ സെലൂര് ZXi വെറും 40,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 2021 മോഡൽ വണ്ടി സിംഗിൾ ഓണർ. ഓക്കെ. വെറും 50,000 കിലോമീറ്റർ കൊണ്ട് ഓട്ടുള്ളൂ. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് നിലവിലില്ല. ZXi 1.2 സോറി VXi 1.2 2021 VXi 1.2 വെറും 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. നല്ല ടയർ ഉണ്ടോ? ഉണ്ട്. ആവറേജ് ടയർ ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും 2021 മോഡൽ വാൻഡർ VXi 1.2 വണ്ടി 50,000 കിലോമീറ്റർ നമുക്ക് 530 നമുക്ക് കൊടുക്കാം. 2021 മോഡൽ ഓൾട്ടോ 800 വീണ്ടും ഒരു നമ്മൾ നേരത്തെ ഒരു VXi കാണിച്ചായിരുന്നു കേട്ടോ. സെയിം മോഡൽ 2021 മോഡൽ VXi 21,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 21. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഒന്നുമില്ല. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. 2021 മോഡൽ ഓൾട്ടോ 800 VXi വണ്ടി. ടയറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 365 വണ്ടി എടുക്കാം. 365 2021 മോഡൽ. നമ്മൾ നേരത്തെ വണ്ടി കാണിച്ചായിരുന്നു നടക്കുന്നു. രണ്ടും സെയിം മോഡലാണ്. ഏകദേശം ഒരു 14,000 കിലോമീറ്റർ വ്യത്യാസങ്ങൾ രണ്ട് വണ്ടിക്കുള്ളൂ. രണ്ടും VXi ആണ്. രണ്ട് ആൾട്ടോ 800 2021 മോഡൽ. 365 370 റേഞ്ച് വരത്തേ ഉള്ളൂ. 2022 മോഡൽ സ്വിഫ്റ്റ് VXi 39,000 കിലോമീറ്റർ. 39. 2022 മോഡൽ സ്വിഫ്റ്റ് VXi 39,000 കിലോമീറ്റർ. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വണ്ടി വരാൻ നമുക്ക് 690 റേഞ്ച് വരും. 6,90,000 രൂപ. 2022 മോഡൽ. വേറെ അപാകതകളൊന്നും ഒന്നുമില്ല. അപാകതകളും കാര്യങ്ങളും വണ്ടിക്കല്ല. എഞ്ചിന് ഗിയർ ബോക്സിന് വാറണ്ടിയും കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിക്കത്. ഇത് ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഫസ്റ്റ് ടയർ കിടക്കുന്നത്. 2021 മോഡൽ ബ്രസ ZXi വെറും 50,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. ZXi ആണേ. ടോപ്പ് നേരെ താഴെയുള്ള വണ്ടി. 2021 മോഡൽ ബ്രസ ZXi വണ്ടി. വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉള്ളതല്ലേ? കേട്ടില്ല. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ എല്ലാം ഇമ്പിൾട്ടർ വരുന്നത്. എത്ര ഓടിയേ? വേറെ 51 കിലോമീറ്റർ കൊണ്ട് പോയിട്ടുള്ളൂ. 2021 ZXi വണ്ടിയാണ്. ചോദ്യം എത്ര? ചോദ്യം നമുക്കൊരു 870 ആ റേഞ്ചൊക്കെ വരുത്തുന്നുണ്ട്. അലൈസും കാര്യങ്ങളും എല്ലാം കമ്പനിയുടെ സാധനം. അലൈസും കാര്യങ്ങളെല്ലാം ആവറേജ് ടയർ ഉണ്ട്, കുഴപ്പമില്ല. 870 റേഞ്ചൊക്കെ വരുത്തുള്ളൂ വണ്ടിക്ക്. എത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും? നമുക്ക് ഒരു 8-8.5 വരെയൊക്കെ വണ്ടിക്ക് ലോൺ കിട്ടും. സിവിൽ സ്കോറും ബാങ്കിങ്ങും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പെർ ലാക്ക് 2,380 2,400 അറേഞ്ച് ചെയ്യാൻ വരും. 1,00,000 രൂപയ്ക്ക് 2,380 2,400 വെച്ച് 5 വർഷത്തേക്ക്. 2000 പെർ ലാക്ക് 2,400 വെച്ച് 60 മാസത്തേക്ക് EMI വരും നമുക്ക്. 2014 മോഡൽ ഡിസയർ VXi വെറും 48,000 കിലോമീറ്റർ ഓടി വണ്ടി. 48. 2014 മോഡൽ ഡിസയർ VXi വണ്ടി. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല. അത്യാവശ്യം ടയറും അത്യാവശ്യമില്ല, നല്ല ടയറും കാര്യങ്ങളെല്ലാം വണ്ടിക്ക് തിരപ്പുണ്ട്. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണോ? പക്ക കിലോമീറ്റർ. കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റ് ഒന്നും വണ്ടിക്കില്ല നിലവിൽ.
അത്യാവശ്യം അത് എടുക്കേണ്ടത് സീറ്റോർ മാത്രം അടിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും വണ്ടിക്ക് ചെയ്യണ്ട. അത് വേണം നമുക്ക് അടിച്ചു കൊടുക്കാം. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ടയർ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 4.5 കൊടുക്കാം വണ്ടി. നമുക്ക് 4.5. 2014 മുതൽ ഡിസയർ VX. എത്ര ഉണ്ട് ഇറക്കാം? നമുക്കൊരു 4-4.25 വരെ വണ്ടിക്ക് ലോണും കിട്ടും വണ്ടിക്ക്. 25 രൂപ. 25 രൂപ ഉണ്ടാവും. അത് വേണ്ട, ഞാൻ പറയാം സിവിൽ സ്കോറൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാക്സിമം വണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. 2018 മോഡൽ സ്വിഫ്റ്റ് VX 33,000 കിലോമീറ്റർ ഓടി വണ്ടി. 2018 മോഡൽ സ്വിഫ്റ്റ് VX 33,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ വണ്ടി. 5 വർഷമായിട്ട് എത്ര ഓടിയുള്ളൂ വണ്ടി എത്തും. ജനുവൻ കിലോമീറ്റർ കാണേ. നീ എല്ലാത്തിനും ഇതിന് ചോദിക്കണ്ട, കൂടെ ചോദിക്കണ്ട കേട്ടോ. എല്ലാം ജനുവൻ കിലോമീറ്റർ തന്നെ. അല്ല, ഒന്ന് ഉറപ്പ് വരുത്തുന്നു. ഒരു ഉറപ്പില്ല, 100% എഴുതി തരാം, ഗ്യാരണ്ടി. ഈ പറയുന്ന എല്ലാ വണ്ടീൻ്റെ ഇങ്ങനെ നമ്മൾ 25, 35, 45 എന്നൊക്കെ പറയാം. നീ കാര്യം മനസ്സിലാകുന്നത് കിലോമീറ്റർ കൂടുതൽ ഓടി വണ്ടി എടുത്ത കസ്റ്റമർ എടുക്കുമോ? വണ്ടി നീ എടുക്കുമോ? ഞാൻ എടുക്കുമോ? ഒട്ടും ഓടാൻ കിടക്കുന്ന വണ്ടി നമ്മൾ എടുക്കത്തില്ല. ഒട്ടുകൂടാ. ഇത് ഒരു 30,000 കിലോമീറ്റർ അത്യാവശ്യം മാന്യമായ ഓട്ടമാണ്. 2018 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ വണ്ടി ഓട്ടുണ്ട്. ഇതിപ്പോൾ ഇപ്പോൾ 1,00,000 കിലോമീറ്റർ ഓടി അളിയ വണ്ടി എടുക്കുമോ? അതില്ല, നമ്മൾ എടുക്കത്തില്ല. ഞാൻ എടുക്കത്തില്ല, കമ്പനിയിൽ എടുക്കത്തില്ല വണ്ടി. പിന്നെ നമ്മളതിന് എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. 2018 മോഡൽ സ്വിഫ്റ്റ് VX 33,000 കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് VX 580 നമുക്ക് കൊടുക്കാം. 580 കൊടുക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചു. വണ്ടികൾ നിങ്ങൾ കണ്ടല്ലോ, പുത്തൻ വണ്ടികളും ഉണ്ടായിരുന്നു, പഴയ വണ്ടിയും ഉണ്ടായിരുന്നു. അപ്പം വണ്ടികളൊക്കെ കണ്ടിട്ട് വണ്ടിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. എന്നിട്ട് ഡിക്സിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ആ നമ്പറിലോട്ട് വിളിക്കുക. പുള്ളിയുടേതായ രീതിയിൽ വിലകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പറഞ്ഞത്. പിന്നെ അല്ല, ഈ പറഞ്ഞതിനകത്ത് വല്ലപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. എങ്ങനെ ഈ പറഞ്ഞതിൽ നമുക്ക് വില ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും, പറഞ്ഞതിൽ നിന്നും ഉണ്ട്. അപ്പം സംഭവം ഓൾമോസ്റ്റ് അവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഓൾറെഡി വണ്ടിയുടെ വില താത്താണ് പിടിച്ചേക്കുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും മാറ്റങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.